These guys are going to park. ഈ എവിടെയാ പോണേ? എവിടെയാടാ പോണേ? ഞാനും മോനും ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണ്. ഹസ്ബൻഡും കുഞ്ഞാവ ഇപ്പം വന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞാവയും ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മളിത് മെട്രോ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് അപ്പർ സൈഡിലെത്തി ബസ് F21 ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ബസ്സിലേറി കാർഡ് ടാപ്പ് ചെയ്ത മൂന്ന് ദർഹം വെച്ചിട്ട് 2 പേരുടെയും കൂടെ 6 ദർഹം കട്ടാവും. ബാഗിൽ അത്യാവശ്യം കുഞ്ഞാവയ്ക്ക് വേണ്ട പാലും പിന്നെ ഡ്രസ്സും തോർത്തും പിന്നെ അവിടെ വിരിക്കാനും ഷീറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് എത്തി. സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി അത് ക്രോസ് ചെയ്ത് ആ സൈഡിൽ വന്നിട്ട് വേണം നമുക്ക് അടുത്ത ബസ് കിട്ടാൻ. ഇതിപ്പോൾ ശരിക്കും നമുക്കൊരു അമളി പറ്റി ഗൈസ്. നമ്മുടെ ബാഗ് ബസ്സിനകത്തായിപ്പോയി, അതെടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ ആയതുകൊണ്ട് നമ്മൾ ബസ് കറങ്ങി എത്തുമ്പോഴേക്കും നമ്മൾ തിരിച്ചെത്തിയ ആ സ്റ്റോപ്പിൽ തന്നെ എത്തിയ ബാഗ് കിട്ടുമായിരിക്കും. പോയി നോക്കാം. വെറുതെ പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് വന്നു. എങ്ങനെയെങ്കിലും ബസ് എത്തുന്നതിന് മുമ്പ് അവിടെ എത്തണം. അതിനുവേണ്ടി അവിടെ നിന്ന് നടന്ന് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ കയറി പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ അൽനാദ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ പോയി നിൽക്കാനി. ഒരു ബസ് നിർത്തിയിട്ടേക്കുന്നുണ്ട്, അതാണോ എന്ന് നോക്കി ഞങ്ങൾ ഓടിപ്പോയപ്പോഴേക്കും ആ ബസ് പോയി. ഇനി ഒരു ബസ് വരുന്നുണ്ട്, അതാണോ നോക്കിയപ്പോൾ അതും അല്ല, അത് വേറെ ഏതോ ബസ്സാണ്. വീഡിയോ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് ബസ്സിൻ്റെ നമ്പർ കറക്റ്റായിട്ട് അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് അടുത്ത ബസ്സാണ്. ഇത് പിന്നെ 2-3 ബസ് വന്നു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇത് 7:30 വന്ന ബസ്സാണ്, 7:35 അങ്ങോട്ട് വന്ന ബസ്സാണ്. ഞങ്ങൾ ഓടിപ്പോയി. കറക്റ്റ് ആ ബസ് തന്നെയായിരുന്നു, സെയിം ഡ്രൈവറൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ഓടി കയറി അകത്ത് കയറി ചോദിച്ചപ്പോൾ ഡ്രൈവറൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആൾക്കാർ ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ അയാളുണ്ട് ബാഗുണ്ട്, ഇനി അവർ എവിടെയോ വിളിച്ച് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. ഇൻ കേസ് നമ്മൾ പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ RTIയിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് അവരുടെ ഡിപ്പോയിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തില്ലായിരുന്നു, വിളിച്ചു, പക്ഷേ അത് എൻഗേജ്ഡോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഭാഗ്യത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് 20 ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളായിരുന്നുള്ളൂ. ബസ് എന്തായാലും കറങ്ങി വരാനുള്ള സമയമായിട്ടേ ഉള്ളൂ എന്ന് തോന്നിയോണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറേ നേരം. പിന്നെ ബീച്ചിൽ പോക്കൊക്കെ പിന്നെ കുളമായി. എന്നാലും വെറുതെ ഒന്ന് പുറത്തു പോയി വന്നു. ബാഗ് കിട്ടി, സാധനങ്ങളൊന്നും മിസ്സായിട്ടൊന്നുമില്ല. ദുബായ് അത്ര സേഫായിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, സാധനങ്ങളൊന്നും മിസ്സാവൊന്നുമില്ല. ട്രിപ്പ് എന്തായാലും കുളമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുതേ.